ഹലോ, ഇന്നൊരു അൺബോക്സിങ് കേട്ടോ. ഈ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പഞ്ച് നീഡിൽ. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഈ ഒരു നീഡിലും പിന്നെ നമുക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ളൊരു ഐറ്റം കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ച് നീഡിൽ തന്നെയാണ്. 3 സൈസിലുള്ള നീഡിൽ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അത് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഫുൾ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നീഡിൽ മാറ്റേണ്ടതും ത്രെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടതും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇത് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇതേപോലെ നമ്മളിങ്ങനെ പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഫ്ലവർ ഷേപ്പിലുള്ള കോസ്റ്ററാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മളൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ആ ഒരു ഭാഗം ഇതേപോലെയാണ് വരിക. അതും നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാം. അതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൽ നമുക്ക് ഇതേപോലെ മഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.